പി.വി. അൻവറിൻ്റെ രാജി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടതോടെയാണ്. തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയെന്ന് അവകാശപ്പെടുമ്പോഴും അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ്. അൻവറിൻ്റെ UDF പ്രവേശനം അത്ര സുഗമമല്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിർപ്പൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ്. നിർപ്പൻ, ആദ്യം DMK അത് പരാജയപ്പെടുന്നു, പിന്നീട് അതൊരു സോഷ്യൽ മൂവ്മെൻ്റ് എന്ന രീതിയിലേക്ക് മലക്കം മറിയുകയാണ് DMKയുടെ വിഷയത്തിൽ. പിന്നീട് തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ UDFിലേക്കുള്ള പ്രവേശനമാണ് ലക്ഷ്യമെന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി. പക്ഷേ അവിടെ എന്തൊക്കെ തടസ്സങ്ങൾ? കാരണം K. മുരളീധരനൊക്കെ തുറന്നു പറഞ്ഞു, തൃണമൂലുമായി ദേശീയ തലത്തിൽ ഒക്കെ ഐക്യമുണ്ടാകാം, പക്ഷേ തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസിന് യോജിക്കുന്നതിന് പരിധിയുണ്ട് എന്ന്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ. എന്തൊക്കെയാണ് വിവരങ്ങളായി നമുക്ക് നൽകാനാകുന്നത് നിർഭൻ? തീർച്ചയായും അജിംഷാദ്, രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നിലപാടുകളില്ലാത്ത ഒരു നേതാവിനെ എങ്ങനെ UDFിൽ ഉൾപ്പെടുത്തും എന്ന തരത്തിലുള്ള ആഭ്യന്തര ചർച്ചയാണ് മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം VD സതീശൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് VD സതീശനെ സമ്മർദ്ദപ്പെടുത്താനുള്ള നീക്കം ഇക്കാര്യത്തിൽ PV അൻവർ നടത്തിയിരുന്നു. പാലക്കാട് സീറ്റിൽ PV അൻവർ DMK എന്ന നിലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അത് അവസാനം പിൻവലിച്ചു കൊടുത്തു. അത് VD സതീശന് വ്യക്തിപരമായി PV അൻവറിനോട് അഭ്യർത്ഥിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തത്. ഉടൻ തന്നെ അൻവർ അടുത്തൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ താൻ നിർത്തിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കണം, UDF പിന്തുണയ്ക്കണം നിലപാട് സ്വീകരിച്ചു. അങ്ങനെ പരസ്പര വിരുദ്ധമായ നിലപാട് കൊണ്ട് എന്നും ഇക്കാര്യത്തിൽ സ്ഥിരതയില്ലാത്തൊരു നേതാവാണ് PV അൻവർ എന്ന പൊതുവിലയിരുത്തൽ UDFിലെ പ്രധാനപ്പെട്ട കക്ഷികൾക്കും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുണ്ട്. നേരത്തെ അജിംഷാദ് എന്നെ മുഖവരയായി സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം VD സതീശനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് ഈ ആരോപണങ്ങൾ മുഴുവൻ സഭയ്ക്കുള്ളിൽ 150 കോടിയുടെ ആരോപണം ഉന്നയിച്ചത് P. ശശി പറഞ്ഞിട്ടാണ് എന്ന് PV അൻവർ പറഞ്ഞത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, ഒരാൾ നിർദ്ദേശിച്ചാൽ ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത ആരോപണം എഴുതി വായിക്കുന്ന ആളാണോ, നിയമസഭയിൽ ഉന്നയിക്കുന്ന ആളാണോ, അത്തരത്തിലുള്ള വിശ്വാസ്യതയെ PV അൻവറിനുണ്ടോ എന്ന മറു ചോദ്യം വരുന്നുണ്ട്. ഒപ്പം തന്നെ മുന്നണിക്കെതിരെ ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അവസാനം മുഖ്യമന്ത്രിയിലേക്ക് ആരോപണ മുന്നിൽക്കുന്നു. അങ്ങനെ ഓരോ ആരോപണത്തിൻ്റെ സ്ട്രാറ്റജിയും ഓരോ തവണ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി താല്പര്യമനുസരിച്ച് മാറ്റി തീരുമാനിക്കുന്ന ഒരു നേതാവായി മാറുന്നു. അജിംഷാദ് നേരത്തെ മുഖവരയെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള രാഷ്ട്രീയ അഭയം തേടി അദ്ദേഹം പലരെ സമീപിച്ചു. UDFിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഇല്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നത്. ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചറിയാം. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ തങ്ങളില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ചെയർമാൻ പദവി, അധ്യക്ഷ പദവി കോൺഗ്രസ് ആ പദവിയിലേക്ക് എത്തരുത്, അങ്ങനെ ഒരു മുന്നണി തുടരാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തൃണമൂൽ കോൺഗ്രസ്. അങ്ങനൊരു കക്ഷിയെ കേരളത്തിൽ UDFിൻ്റെ ഭാഗമായി സഹകരിക്കാൻ കഴിയും, ഒപ്പച്ചേർക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ കഴിഞ്ഞ ദിവസം UDFിൻ്റെ പ്രവേശനം ഉറപ്പിക്കുന്നതിന് വേണ്ടി VD സതീശനെ പൂർണ്ണമായി മാപ്പ് പറഞ്ഞ് തഴുകുന്ന സമീപനം സ്വീകരിച്ചു. ഒപ്പം തന്നെ അടുത്ത സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചോദ്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ PV അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. DCC പ്രസിഡന്റ് ജോയിയാണ് അവിടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ കയറി ഇടപെട്ട് അപ്പോഴും അപക്വത കാണിച്ചു എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ള അഭിപ്രായം. എന്നിരുന്നാലും അത്ര സുമുഖമായി വളരെ പെട്ടെന്ന് PV അൻവറിന് UDFിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയ ശേഷം തീർച്ചയായും, അതായത് നേരത്തെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു പരിണാമം നോക്കിയാൽ തുടക്കത്തിൽ സ്വർണ്ണക്കടത്ത് ആരോപിക്കുന്നു, മറ്റ് പല വിധത്തിലും പോകുന്നു. അതിനുശേഷം അദ്ദേഹം ദിശയില്ലാതെ പലയിടത്തും പോവുകയാണ്. അങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ കിടക്കുന്നത് വിമർശനങ്ങൾ. എന്നിട്ട് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു പ്രതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ജാഥയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉള്ള രാഷ്ട്രീയ ഘടകം മൂർത്തമാണ്. മറ്റൊരു മൂർത്ത സാഹചര്യം കൂടിയുണ്ട്. അത് ആര്യാടൻ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ ഇന്നലെ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ നിലമ്പൂരിലേക്കുള്ള UDFിൻ്റെ പ്രവേശനം, അതായത് അൻവറിൻ്റെ പ്രവേശനം ഒരുപക്ഷെ ആ അർത്ഥത്തിലും പ്രശ്നങ്ങളുണ്ട്. കാരണം ആര്യാടൻ കുടുംബത്തിൻ്റെ എതിർപ്പ് അതിനെ മറികടക്കാനാകില്ല. VS ജോയിയെ അവിടേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നതിലെ അനൗചിത്യം
വളരെ ഗംഭീരമായ അനൗചിത്യം, അത് വലിയ കോൺഗ്രസിൽ അമർഷവും ഉണ്ടാക്കുന്നുണ്ട് നിർഭൻ. അജിംഷാദ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ മലപ്പുറത്ത് 2 സീറ്റുകളാണ്. ഒന്ന് വണ്ടൂരും മറ്റൊന്ന് നിലമ്പൂരുമാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന പ്രതാപശാലിയായ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമാണ്. ആര്യാടൻ മുഹമ്മദ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് അറിയാം. അവിടെ ലീഗിനെതിരെ ശക്തമായി പരസ്യമായും രഹസ്യമായും ശക്തമായി ഫൈറ്റ് ചെയ്ത് പിടിച്ചു ചെയ്യുന്നൊരു നേതാവാണ്. അതിൻ്റെ മുഴുവൻ പൈതൃകവും പേറുന്നൊരു നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. ഒരു തവണ പി വി അൻവറിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് കിട്ടുമെന്ന് കരുതിയിരുന്നു. ആ സീറ്റ് ആര്യാടൻ ഷൗക്കത്തിന് നൽകിയില്ല. അപ്പോഴും തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. സ്വാഭാവികമായും അടുത്തൊരു അവസരം വന്നാൽ ആര്യാടൻ ഷൗക്കത്തിനാണ് സീറ്റ് എന്ന കാര്യത്തിൽ ഏറെക്കുറെ എ ഗ്രൂപ്പൊക്കെ ഉറപ്പിക്കുകയും മുതിർന്ന നേതാക്കൾക്ക് അംഗീകരിക്കുകയും KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ ഒരു നേതാവിന് അവിടെ സീറ്റ് നൽകരുത് എന്ന് നിലവിൽ പി വി അൻവർ പ്രഖ്യാപിക്കുകയാണ്. അവിടെ പകരൊരു സ്ഥാനാർത്ഥിയെ കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ജോയിയാണ്. DCC അധ്യക്ഷൻ ജോയിയെ സ്ഥാനാർത്ഥിയാകണം. അതിന് പ്രത്യേക തരത്തിലുള്ള സാമുദായിക പിന്തുണയുണ്ട്. അതിനുവേണ്ടി ഈ പറഞ്ഞ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സമുദായത്തിനുള്ള താല്പര്യങ്ങൾ, ഇതെല്ലാം എടുത്തുകൊണ്ട് വലിയ തരത്തിൽ യു ഡി എഫിനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിച്ചത്. അത് യു ഡി എഫിന് വലിയ തരത്തിൽ തിരിച്ചടിയായി. ഇത്തരം ഒരാളിനെ പരസ്പര വിരുദ്ധമായി പലതവണ പല ഗെയിമിലേക്ക് ഗോൾ പോസ്റ്റ് മാറ്റി മാറ്റി സ്ഥാപിക്കുന്ന ഒരു നേതാവാണ് പി വി അൻവർ. പി വി അൻവർ എന്ത് വിളിച്ചു പറയാനുള്ള സാഹസം കാട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വി ഡി സതീശനൊക്കെ ഇതൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ സഭയ്ക്കുള്ളിൽ 150 കോടിയുടെ ആരോപണം പൊടുന്നനെ പി വി അൻവർ ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം പി വി അൻവർ പറയുന്നു, എന്നോട് ഇന്നയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉന്നയിച്ചതാണ്. അങ്ങനെ ഒരു MLAക്ക് ഒരു തരത്തിലുള്ള ആധികാരികമില്ലാതെ ഇങ്ങനെ പ്രതികരണം നടത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ്. അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളിനെ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ അത്തരത്തിലൊരു സാഹസം കാട്ടുന്നയാൾ എന്തും പറയാനുള്ള സാധ്യത ഇനിയുമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി സ്ഥിരതയില്ലാത്ത അഭിപ്രായമുള്ള ഒരു നയമില്ലാത്ത ഒരു നേതാവായി പി വി അൻവർ ഓരോ ദിവസവും അധപ്പതിക്കുമ്പോൾ അത്തരമൊരു നേതാവിനെ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യു ഡി എഫിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഉചിതമാകില്ല എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതാണ് വളരെ പക്വതയോടുകൂടി കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാക്കളൊക്കെ പ്രതികരിച്ചത്. കെ മുരളീധരനൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചു. വി ഡി സതീശനെ തഴുകാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നടത്തിക്കൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ ഈ മാപ്പ് പൂർണ്ണമായി താൻ സ്വീകരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യം സ്വാഭാവികമായി പി വി അൻവർ തൻ്റെ കുറ്റം ഏറ്റെടുത്ത് പറയുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ഒരു രാഷ്ട്രീയ നേതാവിന് കഴിയില്ല. അതുകൊണ്ട് ആശയക്കുഴപ്പം യു ഡി എഫിനകത്തുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ പി വി അൻവറിന് യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ പ്രവേശിക്കാനോ മുന്നണിയുടെ ഭാഗമാകാനോ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ ചിന്തിക്കാനാകില്ല. അജിംഷാദ്, തീർച്ചയായും അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായിക്കൊണ്ട് തന്നെയാണ് പുതിയ വിവരങ്ങൾ പുറത്തെത്തുന്നത്. കോൺഗ്രസിനുള്ളിലും യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പുണ്ട്. ലീഗിൻ അടക്കമുള്ള എതിർപ്പുകളും ഒരു പക്ഷേ ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പുമൊക്കെ ആ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടും ഒരു പക്ഷേ യു ഡി എഫിൽ. എന്നിരുന്നാലും അൻവറിൻ്റെ ഭാവി തുലാസിൽ തന്നെ തുടരുകയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.